ഹലോ ഫ്രണ്ട്സ്, ഇത് മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിനെ പറ്റിയിട്ടാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഡ്രൈവ് ഇൻ ബീച്ച്, കേരളത്തിൻ്റെ ഒരു വലിയ സംഭാവന എന്ന് പറയാം. ഞങ്ങൾ തലശ്ശേരിക്കാർക്കായാലും കണ്ണൂർക്കാർക്കായാലും ഇതൊരു വലിയൊരു അഹങ്കാരം പോലെ തന്നെയാണ്. ടൂറിസ്റ്റുകൾക്ക് വന്ന് കണ്ട് രസിച്ചു പോകാനുള്ള നല്ല ഒരു സ്ഥലമാണിത്. നല്ല വൈബാണ് ഇവിടെ. എന്ന് വെച്ചാൽ ഡ്രൈവ് ഇൻ ബീച്ച് ഒരു 4 കിലോമീറ്ററോളം തന്നെ ഉണ്ട്. ഇപ്പം പുതിയതായിട്ട് അടുത്തായിട്ട് വാക്ക് വേ നിർമ്മിച്ചിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കംപ്ലീറ്റായിട്ട് തുറന്നു കൊടുത്തിനൊന്നറിയില്ല, പക്ഷേ വൈകുന്നേരങ്ങളിൽ വളരെ നല്ലതാണ് ഇവിടെ. സൺസെറ്റ് കാണാനും പിന്നെ 2-3 വണ്ടികൾ ഒരേ സമയത്ത് 2-3 വണ്ടികൾക്ക് ഓടാനുള്ള സ്ഥലമുണ്ട് ഈ ബീച്ചിൽ. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും വണ്ടിയും കൊണ്ടാണ് വരിക. 2 വീലറായാലും 4 വീലറായാലും അവർ വണ്ടി എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾക്ക് വന്ന് കളിക്കാം, വെള്ളത്തിൽ കളിക്കാം, കുളിക്കാം. നല്ല വൃത്തിയുള്ളൊരു ബീച്ച്. പിന്നെ വൈകുന്നേരങ്ങളിൽ വന്നാൽ നിങ്ങൾക്ക് ചെറിയ ചായക്കടികൾ, എന്ന് വെച്ചാൽ മലബാറിലെ പ്രത്യേകതയുള്ള ചായക്കടികൾ, പഴംപൊരി, മറ്റേ കായുണ്ട, കല്ലുമ്മക്കായ പൊരിച്ചത്, അരിക്കടുക്ക, ഇങ്ങനെ വിധവിധമായിട്ടുള്ള പലഹാരങ്ങളുള്ള ചെറിയ ചെറിയ പെട്ടിപ്പിടി പോലത്തെ ഒരു ചായക്കടകളെല്ലാം ഉണ്ട്. ഇനി അത് നല്ല തോതിലേക്ക് വളരും തന്നെയാണ് നമുക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ വാക്ക് വേ എല്ലാം വന്ന് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള തരത്തിലുള്ളതെല്ലാം വരുമ്പം കുറച്ച് നല്ല നല്ല ഹോട്ടൽസും കാര്യങ്ങളെല്ലാം വരുമായിരിക്കും ഭാവിയിൽ. എന്നാലും ഇപ്പോഴും ഇവിടെ ഡ്രൈവ് ഇൻ ബീച്ചിൽ എപ്പോഴും എപ്പോഴും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചുകൊണ്ടുള്ള തിരക്ക് തന്നെയാണ്. ഇതിപ്പോൾ ഞങ്ങൾ കാണുന്നത് 2-3 വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ആ ഒരു സമയത്തിൻ്റെ ഇതാണ്. ഞങ്ങൾ നല്ല വെയിലുള്ള സമയത്താണ് പോയത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരത്തെ വൈബ് കണ്ടിട്ടില്ല ആ സമയത്ത്. ഇതിന് മുമ്പേ പോയിട്ടുണ്ട്, പക്ഷേ ഈ വാക്ക് വേ എല്ലാം നിർമ്മിച്ചതിന് ശേഷമുള്ള പോക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ സൺസെറ്റും കൂടി കാണാൻ വേണ്ടി വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഡ്രൈവും സൺസെറ്റും എല്ലാം കണ്ട് മടങ്ങാം. ചില്ലറ മലബാർ രുചിയും രുചിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് മടങ്ങാം. എന്നാൽ എല്ലാവരും വരണം, കാണണം, സന്തോഷിക്കണം. അത്ര തന്നെ. താങ്ക് യു. ഞങ്ങൾ കുടുംബത്തോടു കൂടിയാണ് പോയത്. ഞങ്ങളുടെ കൂടെ ചെറിയ മോനുണ്ടായിരുന്നു. അവനാണെങ്കിൽ കടലിൽ എത്തിയതിന് ശേഷം ഇങ്ങോട്ട് വരുന്നില്ല. വെള്ളം കണ്ടാൽ പിന്നെ മൂപ്പര് അവിടെ തന്നെ. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും. ചില കുട്ടികൾക്ക് പേടിയുണ്ടാവും, പക്ഷെ പേടി മാറ്റണമെങ്കിൽ ഇങ്ങനെ കൊണ്ടിരുത്തി തന്നെ വേണം. അങ്ങനെ ആ കുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാതായപ്പോൾ നമ്മൾ കുറേ നേരം വെയിലത്ത് നിന്ന് തന്നെ കഴിച്ചു കിട്ടി. അപ്പോൾ നിങ്ങളെല്ലാം നല്ല സമയം സന്ദർഭമെല്ലാം നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് വരിക. എന്തായാലും നല്ല അനുഭവം തന്നെ ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പും അറിയാം. ഓക്കെ, എന്നാൽ താങ്ക് യു ഓൾ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.